നമസ്കാരം. ആയുർ ജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് വിഷു സംക്രമത്തിന്റെ ഫലമായി രേവതി നക്ഷത്രക്കാർക്ക് അടുത്ത 2027 വിഷു വരെയുള്ള ഒരു വർഷ കാലയളവിൽ ഉണ്ടാകുന്ന പൊതുഫലത്തെയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. 1201 മേടം 2, 2026 ഏപ്രിൽ 14 ചൊവ്വാഴ്ച ചതയം നക്ഷത്രത്തിൽ പകൽ 9:32 മേടവിഷു സംക്രമണം. ആദിത്യൻ മീനം രാശിയിൽ നിന്നും മേടം രാശിയിൽ പ്രവേശിക്കുന്നതിനെയാണ് വിഷുവെന്ന് വിളിക്കുന്നത്. വിഷു സംക്രമത്തിന്റെ പൊതുഫലമാണ് ഇനി പറയുന്നത്. പുതുവർഷത്തിന്റെ തുടക്കമായ മേടം രാശിയിലേക്ക് സൂര്യൻ പ്രവേശിക്കുമ്പോഴും ഏപ്രിൽ 2 മുതലുള്ള ചൊവ്വ ശനി യോഗവും ലോകത്ത് പലവിധ മാറ്റങ്ങൾ ഉണ്ടാക്കും. വിഷു സമയത്തെ ഗ്രഹനിലയുടെ ഫലമായി നാശനഷ്ടങ്ങൾ വർദ്ധിക്കാനും ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങൾ ജനങ്ങളെ മൊത്തത്തിൽ ബാധിക്കാനും സാധ്യതയുണ്ട്. എന്നാൽ ജൂൺ 2 വ്യാഴമാറ്റത്തിനു ശേഷം സാവധാനം സമാധാനത്തിലേക്ക് പോകുന്നതാണ്. വിഷുഫലം ഒരിക്കലും ഗോചരാൽ ചിന്തിച്ചല്ല പറയുന്നത്. അതായത് നിലവിൽ കണ്ടകശനി, അഷ്ടമശനി, ഏഴര ശനി എന്നിവ ഉണ്ടെങ്കിലും അത് ഇതിൽ ബാധകമല്ല. വിഷു സംക്രമത്തിന്റെ ഫലമായി 18 നക്ഷത്രങ്ങൾക്ക് വളരെയധികം ഗുണമുണ്ടാകും. അതിൽ ആദ്യ ഷഡ്ഗത്തിൽ വരുന്ന നാളുകൾ ഉത്രട്ടാതി, രേവതി, അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി എന്നിവയാണ്. ഇവർക്ക് വിഷുഫലം വളരെ നല്ലതാണ്. സൽകീർത്തി, കാര്യവിജയം, കർമ്മ പുരോഗതി, അംഗീകാരം, സാമ്പത്തിക നേട്ടം, വിവാഹം നടക്കാത്തവർക്ക് വിവാഹം പെട്ടെന്ന് നടക്കുക, അങ്ങനെയുള്ള എല്ലാം കൊണ്ടും നല്ലൊരു സമയമാണ് ഈ ഒരു വർഷക്കാലം. ഇനി ആദ്യ ഷഡ്ഗത്തിലുള്ളതായ രേവതി നക്ഷത്രക്കാർക്ക് വിഷു സംക്രമത്തിന്റെ ഭാഗമായി എന്തൊക്കെ ഫലങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് ഇനി നോക്കാൻ പോകുന്നത്. രേവതി നക്ഷത്രക്കാർക്ക് വിഷു സംക്രമ പ്രകാരം വളരെ അനുകൂലമായ ഫലങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. രേവതി നക്ഷത്രക്കാർക്ക് വിഷുഫലം വളരെ അനുകൂലമാണ്. ഇവർക്ക് പുതിയതോ അതല്ലെങ്കിൽ ഒന്നിലധികമോ ആയ വരുമാന മാർഗം കൈവരും എന്നതാണ് ഇത്തവണത്തെ പ്രധാന വിഷുഫലം. നിലവിലുള്ള കടവും മറ്റും നിസ്സാരമായി തീർക്കാനുള്ള മാർഗങ്ങൾ കൈവരികയും ഈ കാലഘട്ടത്തിൽ ലോട്ടറി ഭാഗ്യവും മറ്റും ലഭിക്കുന്നതിന് ഇടയാകുകയും ചെയ്യും. തന്റെ വരുമാനത്തിലെ ഒരു ഭാഗം സമ്പാദ്യമാക്കി മാറ്റാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. പാരമ്പര്യ തൊഴിലുകൾ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ് വിഷുവിന് ശേഷം വരാനിരിക്കുന്നത്. ചിത്രകാരൻ, ഹിപ്നോട്ടിസ്റ്റ്, അഭിനേതാവ്, സംഗീതജ്ഞൻ, മജീഷ്യൻ, വാച്ചുകളുമായി ബന്ധപ്പെട്ട ജോലികൾ, കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട ജോലികൾ, ജോത്സ്യൻ, എയർ ഹോസ്റ്റസ്, ജെംസ്റ്റോൺ കച്ചവടക്കാരൻ, ജലഗതാഗതവുമായി ബന്ധപ്പെട്ട ജോലികൾ, പോലീസ് വകുപ്പ് മുതലായവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് വിഷുവിന് ശേഷം വരാനിരിക്കുന്നത്. അന്യനാട്ടിൽ പഠിക്കാനോ തൊഴിൽ ചെയ്യാനോ സാഹചര്യം ഉദയം ചെയ്യുന്നതാണ്. സഹിഷ്ണുതയും ക്ഷമയും ഗുണത്തിനായി വരുന്നതാണ്. സ്വന്തം തൊഴിലിൽ സാങ്കേതിക വിജ്ഞാനം പ്രയോജനപ്പെടുത്തും. ക്രയവിക്രയങ്ങളിൽ തരക്കേടില്ലാത്ത നേട്ടം വന്നു ചേരുന്നതാണ്. താൻ ആഗ്രഹിച്ച ഭൂമിക്ക് അഡ്വാൻസ് കൊടുക്കുന്നതിനും ഇടയാകും. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച ധനലാഭം നേടുന്നതിനും അത്തരം ധനലാഭം നിമിത്തം തന്റെ സാമ്പത്തികമായി ഉണ്ടായിരുന്ന കഷ്ടപ്പാടുകൾക്ക് ഒരു പരിധിവരെ രക്ഷ നേടുന്നതിനും ഇവർക്ക് സാധിക്കും. ഇവർ ഏത് വിധേനയും തന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കാനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കും. അതിനുവേണ്ടി എല്ലാവിധ മാർഗങ്ങളും ഇവർ പരീക്ഷിക്കാൻ ഇടയാകും. തന്റെ ബിസിനസ്സിലും മറ്റും പുതിയതായി ടെക്നോളജികൾ സ്ഥാപിക്കുന്നതിനും അതല്ലെങ്കിൽ ഉള്ള ആളുകളെ മാറ്റി പുതിയ ആളുകളെ ചേർത്ത് ബിസിനസ്സിൽ വരുമാന നേട്ടം ഉണ്ടാക്കുന്നതിനായി പരീക്ഷണങ്ങളും ശ്രമങ്ങളുമെല്ലാം നടത്തുന്ന സമയമാണിത്. കമ്പ്യൂട്ടർ അധിഷ്ഠിത കോഴ്സുകളും മറ്റും പഠിക്കുന്നതിനും അത്തരം വിവര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വരുമാനത്തെ വർദ്ധിപ്പിക്കുന്നതിനായി അശ്രാന്ത പരിശ്രമം നടത്തുകയും ചെയ്യും. പൊതുവെ ജോലിയിൽ നിന്നും മികച്ച വരുമാനവും മറ്റും ലഭിക്കുന്നതിന് ഇടയാകും. തന്റെ കഠിനാധ്വാനത്തിനും കഷ്ടപ്പാടിനും അനുകൂലമായ വരുമാനം ലഭിക്കുന്നതിനും ജോലി സ്ഥലത്ത് മാനസികമായി വളരെയധികം സന്തോഷം അനുഭവപ്പെടുന്നതിനും ഇടയാകുന്ന ഒരു സമയമാണ് വരാനിരിക്കുന്നത്. എന്നാൽ ഇവർക്ക് ജോലി സംബന്ധമായി പ്രമോഷനോ മറ്റോ ലഭിക്കുന്നതിനും തന്റെ വീടിനടുത്തുള്ള ജോലിസ്ഥലം വിട്ട് ആഴ്ചയിലോ മാസത്തിലോ ഒരിക്കൽ വീട്ടിൽ വരാവുന്ന രീതിയിൽ
ഒരൽപ്പം ദൂരെ പോയി ജോലി ചെയ്യേണ്ട സ്ഥിതി ഉണ്ടായേക്കാം. അത് നിമിത്തം ഭാര്യയെയും കുട്ടികളെയും അതല്ലെങ്കിൽ മാതാപിതാക്കളെയും പിരിഞ്ഞു നിൽക്കേണ്ട സ്ഥിതിയും ഉണ്ടാകാം. കൂടാതെ ജോലി സംബന്ധമായ ചില ഇന്റർവ്യൂകളിലോ പരീക്ഷകളിലോ പങ്കെടുക്കുന്നതിന് വേണ്ടിയോ സ്വന്തം വീട് വിട്ട് അന്യദേശത്ത് കുറച്ചു ദിവസം താമസിക്കേണ്ട സ്ഥിതി വിശേഷം ഉണ്ടാകുന്നതാണ്. ഒരുപാട് കാലമായി സൈനിക സേവനത്തിന് വേണ്ടി കാത്തിരുന്നവർക്ക് അത്തരം സേവനങ്ങൾക്കായുള്ള പരീക്ഷകൾ പാസ്സാകുന്നതിനും രാജ്യസേവനം ചെയ്യുന്നതിനുള്ള അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും. ബിസിനസ്സിലും തൊഴിൽ രംഗത്തും ഉയർച്ചയുണ്ടാകും. ചെയ്യുന്ന ജോലിയിൽ മികച്ച വരുമാനം ലഭിക്കുകയും തനിക്കിഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ജോലി മാറ്റം ലഭിക്കുന്നതിന് ഇടയാകുകയും ചെയ്യും. തൊഴിൽ രംഗത്ത് നേട്ടവും കീർത്തിയും ഉണ്ടാകും. ഇവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും വിജയം പ്രാപ്തമാകും. ഇപ്പോൾ ചെയ്യുന്ന തൊഴിലിൽ തൃപ്തി ഇല്ലാത്തവർക്ക് പരിശ്രമിക്കുകയാണെങ്കിൽ വളരെ മികച്ച തൊഴിൽ ലഭിക്കുന്നതിനും അനുകൂലമായ സമയമാണ്. പുതിയ കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അഡ്മിഷൻ കിട്ടുന്നതിനും മത്സര പരീക്ഷകളിൽ വിജയം നേടുന്നതിനും സാധിക്കുന്നതാണ്. സാങ്കേതിക വിദ്യയിൽ ഉപരിപഠനം സാധ്യമാകും. പുതുവാഹന ലബ്ധി, ഗൃഹം മോടി പിടിപ്പിക്കൽ എന്നിവ അനുഭവത്തിലെത്തും. മക്കളുടെ വിവാഹ കാര്യത്തിൽ നല്ല തീരുമാനങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇവർക്ക് ഒന്നിലധികം വരുമാന മാർഗം കൈവരും. കൂടാതെ അതിൽ നിന്നെല്ലാം നീണ്ടു നിൽക്കുന്ന വരുമാനവും ഭാഗ്യലബ്ധിയും കൈവരും. ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഈശ്വര അനുഗ്രഹത്താൽ നടന്നു കിട്ടും. വിഷുഫലം അനുകൂലമായതിനാൽ കൃഷി, കന്നുകാലി വളർത്തൽ മുതലായവയിൽ നിന്നെല്ലാം മികച്ച വരുമാനം ലഭിക്കാൻ ഇടയാകുകയും ചെയ്യും. വിഷുവിന് ശേഷം ഈ നക്ഷത്രക്കാർക്ക് സ്ത്രീകളെ കൊണ്ട് ഒരുപാട് ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. സ്ത്രീകൾ നിമിത്തം ജോലി ലഭിക്കുന്നതിനും അതല്ലെങ്കിൽ തന്റെ ഭാര്യയ്ക്ക് മികച്ച ജോലി ലഭിക്കുന്നതിനും അവരുടെ ജോലിയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് സാമ്പത്തികമായി ഉണ്ടായിരുന്ന പരാധീനതകൾക്ക് ഒരാശ്വാസം ലഭിക്കുന്നതിനും ഇടയാകും. തീരെ ലാഭമില്ലാത്ത ബിസിനസ്സിൽ നിന്ന് പോലും ഏറെ ലാഭം നേടുവാൻ ഇവർക്ക് സാധിക്കും. ബിസിനസ്സിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നതിനും പുതിയ ബിസിനസ് തുടങ്ങുന്നതിനും അനുകൂലമായ സമയമാണ് വരാനിരിക്കുന്നത്. പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്നതോടെ സാമ്പത്തിക വിഷമതകൾ മാറും. തനിക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്ന സ്വത്ത് വകകൾ വളരെ അപ്രതീക്ഷിതമായി വിഷുവിന് ശേഷം ഇവർക്ക് കൈവന്നു ചേരും. മാതാവിനുണ്ടായിരുന്ന രോഗങ്ങൾക്ക് മോചനം ലഭിക്കുകയും മാതാവിന്റെ അനുഗ്രഹവും സഹായവുമെല്ലാം സാമ്പത്തികമായുള്ള കാര്യങ്ങൾക്കായി ലഭിക്കുകയും ചെയ്യും. അമ്മയുടെ സ്നേഹപൂർവമായ പെരുമാറ്റം ജീവിതത്തിൽ ഒരുപാട് സന്തോഷവും ഐശ്വര്യവും ലഭിക്കുന്നതിന് ഇടയാക്കുന്നതാണ്. വിവാഹം നടക്കാതിരുന്നവർക്ക് വിവാഹം നടക്കാനിടയാകുകയും പുനർവിവാഹത്തിനായോ പ്രണയ സാഫല്യത്തിനായോ പരിശ്രമിക്കുന്നവർക്ക് അനുകൂല ഫലം ലഭിക്കുകയും ചെയ്യും. പിതൃസ്വത്ത് ലഭിക്കാനിടയാകുകയും രേവതി നക്ഷത്രക്കാരുടെ ഭാര്യയ്ക്കോ ഭർത്താവിനോ ജോലി ലഭിക്കുന്നതിനോ ജോലി മാറ്റം ലഭിക്കുന്നതിനോ ഇടയാകുകയും ചെയ്യും. ഇതുവരെ കഷ്ടപ്പെടുത്തിയിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. അതല്ലെങ്കിൽ പുതിയ ചികിത്സ നേടുന്നതിന് അനുകൂലമായ സമയമാണ് വിഷുവിന് ശേഷം വരാനിരിക്കുന്നത്. കലാകാരന്മാർക്കും രാഷ്ട്രീയക്കാർക്കും പൊതുവെ അനുകൂല ഫലങ്ങൾ ഉണ്ടാകും. ന്യായമായ ആഗ്രഹങ്ങൾ മിക്കതും വിഷുവിന് ശേഷം സഫലമാകും. സഹോദരരും ബന്ധുമിത്രാദികളും പിന്തുണയുമായി എപ്പോഴും ഒപ്പമുണ്ടാകും. അസാധ്യമെന്ന് കരുതിയ കാര്യങ്ങൾ അധികം വിയർപ്പൊഴുക്കാതെ നേടിയെടുക്കും. സ്ഥിര ജോലിയിൽ ഉയർച്ച, കരാറുകൾ ഉറപ്പിച്ചു കിട്ടുക, വ്യാപാരത്തിൽ മുന്നേറ്റം എന്നിവ പ്രതീക്ഷിക്കാം. സാങ്കേതിക പഠനം, കലാപഠനം എന്നിവയ്ക്ക് അവസരം വന്നെത്തും. ഭൂമിയിൽ നിന്നും നിക്ഷേപങ്ങളിൽ നിന്നും ഉയർന്ന വരുമാനം പ്രതീക്ഷിക്കാം. ഇവർക്ക് സമൂഹത്തിൽ അധികാരമുള്ള സ്ഥാനവും മാന്യതയും ലഭിക്കും. നേരിടുന്ന എല്ലാ മത്സരങ്ങളിലും ഇവർ അനായാസം ജയിക്കും. പുതിയ നേതൃത്വ പദവി ഏറ്റെടുക്കുന്നതിനും തന്നോടുണ്ടായിരുന്ന തെറ്റിദ്ധാരണ മാറുന്നതിനും തനിക്ക് സത്കീർത്തി കൈവരുന്നതിനും വിഷുവിന് ശേഷം ഇടയാകും. നിങ്ങളുടെ ജീവിതത്തിലെ ധനപരമായ പ്രശ്നങ്ങളോ ദുരിതങ്ങളോ നീങ്ങുന്നതിനായി നിങ്ങളുടെ നക്ഷത്ര പ്രകാരമുള്ള പരിഹാരത്തെക്കാൾ ഉപരി നിങ്ങളുടെ ജനന സമയത്തെ ഗ്രഹനില പ്രകാരമുള്ള ധനദേവതയെയോ ഉപാസനാമൂർത്തിയെയോ പ്രാർത്ഥിക്കുന്നതാണ് ഉത്തമം. പ്രസ്തുത ദേവതകളെയും വിശദമായ ഫലങ്ങളും അടങ്ങിയ ജാതകത്തിന്റെ PDF ലഭിക്കുന്നതിനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാൻ മറക്കരുത്. പക്ഷേ അതിന് സാധിക്കാത്ത സാഹചര്യത്തിൽ രേവതി നക്ഷത്രക്കാരുടെ ഉപാസനാ ദേവതയായ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ സ്തോത്രങ്ങൾ
നിത്യവും ജപിക്കുന്നത് ഇവർക്ക് ജീവിതത്തിൽ എല്ലാവിധ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും നീങ്ങുന്നതിന് ഉത്തമമാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ ബെല്ലൈക്കൺ അമർത്താനും നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റായി രേഖപ്പെടുത്താനും മറക്കരുത്.